നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ത്യ US വ്യാപാര കരാർ നവംബറോടെയെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി. $4 ബില്യൺ പ്രതിരോധ കരാർ ചർച്ചയ്ക്ക് US സംഘം ഇന്ത്യയിലെത്തും. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കരാറുകളുടെ കാലാവധിയിൽ മാറ്റം. കരടുരേഖ ഉടൻ പുറത്തിറക്കുമെന്ന് റിപ്പോർട്ട്. മൊത്തവില പണപ്പെരുപ്പം ഉയരാൻ സാധ്യതയെന്ന് യൂണിയൻ ബാങ്ക്. ഭക്ഷ്യ ഇന്ധന വിലക്കയറ്റം സൂചികയെ സ്വാധീനിക്കും. ട്രംപിനു വേണ്ടി യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തില്ലെന്ന് റിപ്പോർട്ട്. ഇന്ത്യക്കും ചൈനയ്ക്കുമേൽ 100% തീരുവ ചുമത്തണമെന്ന ആവശ്യം തള്ളും. പെട്രോളും ഡീസലും GSTയുടെ പരിധിയിൽ കൊണ്ടുവരുന്നത് സാധ്യമല്ലെന്ന് CBC ചെയർമാൻ. GST കൗൺസിൽ നിർദ്ദേശത്തിൽ പെട്രോളും ഡീസലും ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. വാർത്തകൾ വിശദമായി. ആദ്യം ഓഹരി വിപണിയിൽ നിന്നുള്ള വാർത്തകളാണ്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 123 പോയിന്റ് ഉയർന്ന് 81,548-ലും നിഫ്റ്റി 32 പോയിന്റ് ഉയർന്ന് 25,005-ലും ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ജാസ്മിൻ ജമാൽ ചേരുന്നു. ജാസ്മിൻ, എന്താണ് ഇന്നത്തെ ഓഹരി വിപണിയിലെ വിശദാംശങ്ങൾ? ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 24,945 എന്നുള്ളൊരു നിലയിലായിരുന്നു ഓപ്പണിംഗ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും 25,037 എന്നുള്ളൊരു ഡേ ഹൈ ആണ് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ത്രൂ ഔട്ട് ദ ഡേ വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു വിപണിയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു ഘട്ടത്തിൽ 25,000 എന്നുള്ള സൈക്കോളജിക്കൽ ലെവൽ കൈവിടുന്നു, വീണ്ടും ആ ഒരു ലെവൽ റീക്ലെയിം ചെയ്യുന്നു. പിന്നീട് വ്യാപാരത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ 32 പോയിന്റുകളുടെ മാത്രം മുന്നേറ്റം, ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ക്ലോസിംഗോടുകൂടി 25,000 എന്നുള്ള ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്, നിലനിർത്തിയിരിക്കുകയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സമയത്ത് 133 പോയിന്റുകളുടെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 54,669 എന്നുള്ളതായിരുന്നു ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ ക്ലോസിംഗ്. 54,757 വരെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് പോയിട്ടുമുണ്ട്. ഒരു എക്സ്പയറി ദിനത്തിൽ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു വിപണി വ്യാപാരം തന്നെയാണ് നമുക്ക് സെൻസെക്സിലും കാണാൻ സാധിച്ചത്. 150ഓളം പോയിന്റുകളുടെ ഒരു നേട്ടത്തോടു കൂടി തന്നെ ഇന്നിപ്പോൾ വളരെ ഫ്ലാറ്റ് നോട്ടിൽ 0.21% ഒരു മുന്നേറ്റം മാത്രം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സെൻസെക്സും ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഓഹരികളിലേക്കും സെഗ്മെന്റുകളിലേക്കും വരുന്ന സമയത്ത് ഇന്ന് ഏറ്റവും അധികം മുന്നേറ്റം നമുക്ക് PSU ബാങ്ക് സൂചികയിലായിരുന്നു തുടക്കം മുതൽ കാണാൻ സാധിച്ചത്. ഒപ്പം തന്നെ മീഡിയ സൂചികയും അതോടൊപ്പം തന്നെ എനർജി മേഖലയിലും ഒരു മുന്നേറ്റം, ഒരു റാലി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. PSU ബാങ്ക് ആയിരുന്നു തുടക്കഘട്ടത്തിൽ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 0.5% ഇടിവാണ് IT ഇൻഡെക്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് പ്രധാനപ്പെട്ട സെക്ടറുകളിൽ ഓട്ടോ, IT എന്നിവ ഒഴിച്ചാൽ എല്ലാ സൂചികകളിലും ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് തന്നെ നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വ്യൂകളുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന US-ന്റെ ഒരു ഫെഡ് റേറ്റ് കട്ട്, നിരക്ക് കുറയ്ക്കൽ സാധ്യതയുണ്ട്. മറ്റു പ്രധാനപ്പെട്ട ഗ്ലോബൽ സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും അധികം ഒരു ഹഡിലായിട്ട് നിലനിൽക്കുന്നത് താരിഫിൽ തീർത്തും എങ്ങനെയാകും കാര്യങ്ങൾ എന്നുള്ള ഒരു അനിശ്ചിതാവസ്ഥ തന്നെയാണ്. ജാസ്മിനാണ് ഓഹരി വിപണിയിലെ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഇന്ത്യ US വ്യാപാര കരാർ നവംബറോടെ എന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി. $4 ബില്യൺ പ്രതിരോധ കരാർ ചർച്ചയ്ക്ക് US സംഘം അടുത്തയാഴ്ച ഇന്ത്യയിലെത്തും. ഇരു രാജ്യങ്ങളും ഇതുവരെ നടന്ന വ്യാപാര ചർച്ചയിൽ തൃപ്തരാണ്. നവംബറിൽ കരാറിന്റെ ആദ്യഘട്ടം നടപ്പിലാക്കണം. ഇക്കാര്യം ഫെബ്രുവരിയിൽ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചതാണ്. അത് അങ്ങനെ തന്നെ നടക്കുമെന്നാണ് പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത്. മാർച്ച് മുതൽ ഈ വിഷയത്തിൽ ഗൗരവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ തുടർന്ന് അധിക തീരുവ ചുമത്തിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നതിനിടെയാണ് മന്ത്രിയുടെ പരാമർശം. അതേസമയം വ്യോമയാന നിരീക്ഷണ വിമാനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായി US സംഘം അടുത്തയാഴ്ച രാജ്യത്തെത്തുന്നുണ്ട്. US പ്രതിരോധ വകുപ്പിലെയും ബോയിംഗ് വിമാന പ്രതിനിധികളുമാണ് എത്തുക. കഴിഞ്ഞ മാസം നിലച്ച വ്യാപാര ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ രാജ്യങ്ങൾ ശ്രമിക്കുന്നതിന്റെ സൂചനയായി പ്രതിരോധ ചർച്ചകളെ വിലയിരുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കരാറുകളുടെ കാലാവധിയിൽ മാറ്റം വരുത്താൻ സെബി. വീക്കിലി എക്സ്പയറി അവസാനിപ്പിച്ചേക്കാം. കരടുരേഖ ഉടൻ പുറത്തിറക്കുമെന്നും റിപ്പോർട്ട്.
ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വീക്കിലി കരാറുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാനാണ് സെബി ലക്ഷ്യമിടുന്നത്. മിക്കവാറും ഒരു എക്സ്ചേഞ്ചിന് ആഴ്ചയിൽ ഒരു എക്സ്പയറി മാത്രമായിരിക്കും മുന്നോട്ട് അനുവദിക്കുക. അതായത് NSEയിൽ നിഫ്റ്റിക്ക് മാത്രം എക്സ്പയറി അനുവദിക്കും. അതുപോലെ സെൻസെക്സിന് മാത്രം പ്രതിവാര എക്സ്പയറി ചെയ്യാൻ BSEയെയും അനുവദിച്ചേക്കാം. ചുരുക്കത്തിൽ ബാങ്ക് നിഫ്റ്റി, ഫിൻനിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി മുതലായവയ്ക്കൊന്നും പ്രതിവാര എക്സ്പയറി ഉണ്ടാകില്ല. പകരം പ്രതിമാസ എക്സ്പയറി ആയിരിക്കും ഉണ്ടാവുക. അതേസമയം വാർത്തയെ തുടർന്ന് BSE ഓഹരികളിൽ ഇടിവ് നേരിട്ടു. F&O ഡെറിവേറ്റീവ് BSEയുടെ പ്രധാന വരുമാന സ്രോതസ്സാണ്. കരാർ വോളിയങ്ങൾ, ഇടപാടുകൾ, അനുബന്ധ ഇൻഫ്രാസ്ട്രക്ചർ ട്രേഡിംഗ്, ക്ലിയറിംഗ് പോലുള്ളവയിൽ നിന്നുള്ള ഫീസ് വഴിയാണ് ഈ വരുമാനം വരുന്നത്. വിപണിയിലെ ഊഹക്കച്ചവടം നിയന്ത്രിക്കുന്നതിനും അസ്ഥിരത കുറയ്ക്കുന്നതിനുമായാണ് സെബിയുടെ നീക്കം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ മൊത്തവില പണപ്പെരുപ്പം ഉയരാൻ സാധ്യതയെന്ന് യൂണിയൻ ബാങ്ക്. ഭക്ഷ്യ ഇന്ധന വിലക്കയറ്റം സൂചികയെ സ്വാധീനിക്കും. ഓഗസ്റ്റിൽ ഭക്ഷ്യവിലപ്പെരുപ്പം ഉയർന്നിട്ടുണ്ട്. പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിച്ചതാണ് ഇതിന് കാരണം. നിർമ്മാണ വസ്തുക്കൾ, അസംസ്കൃത എണ്ണ, മിനറൽ ഓയിൽസ് എന്നിവയുടെ വിലക്കയറ്റവും തിരിച്ചടിയായി. കമ്മോഡിറ്റി വിലയും ആഗോളതലത്തിൽ ഉയർന്നു. അതിനാൽ ജൂലൈയിൽ സമീപകാലത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയ മൊത്തവില സൂചിക വീണ്ടും മുന്നേറ്റത്തിന് ഒരുങ്ങുകയാണ്. എങ്കിലും റിസർവ് ബാങ്കിന്റെ ക്ഷമതാ പരിധിയായ 4% താഴെ നിലനിർത്താനാവുമെന്നത് കേന്ദ്ര ബാങ്കിന് ആശ്വാസകരമായിരിക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോള വ്യാപാര യുദ്ധം, താരിഫ്, ഭൗമരാഷ്ട്രീയ സംഘർഷം എന്നിവ വെല്ലുവിളിയാണ്. ഇവ ആഗോളതലത്തിൽ ചരക്ക് വിലകൾ അസ്ഥിരമായി തുടരുന്നതിന് കാരണമായിട്ടുണ്ട്. ആഭ്യന്തര തലത്തിലേക്ക് വന്നാൽ കാലാവസ്ഥാ വെല്ലുവിളികളും വിതരണ ശൃംഖലയിലെ ആശങ്കകളും സൂചികയെ ബാധിക്കാമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. എന്നിരുന്നാലും പുതിയ GST പരിഷ്കാരങ്ങൾ പ്രതീക്ഷയാണ്. ഒക്ടോബർ മുതൽ മൊത്തവില പണപ്പെരുപ്പത്തിന് ഇത് ആശ്വാസം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ട്രംപിനു വേണ്ടി യൂറോപ്യൻ യൂണിയൻ ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തില്ലെന്ന് റിപ്പോർട്ട്. ഇന്ത്യക്കും ചൈനയ്ക്കുമേൽ 100% തീരുവ ചുമത്തണമെന്ന ആവശ്യം തള്ളിക്കളയും. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ 100% തീരുവ ചുമത്തണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം. എന്നാൽ ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര ചർച്ചകൾക്ക് EU പ്രാധാന്യം നൽകുന്നുണ്ട്. വ്യാപാര കരാർ അന്തിമഘട്ടത്തിലുമാണ്. അതിനാൽ തന്നെ ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്താൻ നിൽക്കില്ല. വ്യാപാര കരാർ പൂർത്തിയാക്കാൻ തന്നെയാണ് EU ശ്രമിക്കുന്നതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ട്രംപിന്റെ ആവശ്യത്തിൽ ഉടൻ നടപടിയില്ല. ഇതുവരെ താരിഫ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച പോലും നടന്നിട്ടില്ലെന്നും യൂറോപ്യൻ യൂണിയൻ വക്താവും വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യൻ എണ്ണ കമ്പനികൾക്കുമേൽ ചില നിയന്ത്രണങ്ങൾ യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയിരുന്നു. ജൂലൈയിലായിരുന്നു ഇത്. അതേസമയം ട്രംപും ഇന്ത്യയോടുള്ള നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്ന് മാറ്റമില്ല. ഗ്രാമിന് 10,130 രൂപയും പവന് 81,040 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും മാറ്റമില്ല. ഗ്രാമിന് 8,280 രൂപയിലായിരുന്നു വ്യാപാരം. വെള്ളി വിലയും ഇന്ന് മാറ്റമില്ലാതെ തുടർന്നു. ഗ്രാമിന് 140 രൂപയിലാണ് വ്യാപാരം നടന്നത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.